ഈ ഫൈറ്റിങ്ങിൻ്റെ സമയത്ത് ദൈവം ജിയോയ്ക്ക് 2 ആയുധങ്ങൾ ഇട്ട് കൊടുക്കും. അതാണ് വിഷയം. ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റും ജിയോയും തമ്മിൽ, ഈ അഡ്വക്കേറ്റ് ജനറലും തമ്മിൽ ഫൈറ്റിങ്ങാണ്. യുദ്ധത്തിൻ്റെ സമയത്ത് ദൈവം 2 ആയുധങ്ങൾ ഇട്ട് കൊടുക്കും. ഒരു ആയുധത്തിൽ പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 പത്രോസ് 5:6 ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ, ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ഇതിന്റെ വിഷയം വെച്ച് കഴിഞ്ഞാല് എല്ലാ വിഷയങ്ങളും നമ്മളിങ്ങനെ വെറുതെ വന്ന് ഇവിടെ നോക്കിയാൽ മതി. അപ്പം തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ മുഴുവൻ വികാരങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റത്തില്ല. നിങ്ങളുടെ മനസ്സിൽ വരുന്ന മുഴുവൻ വിഷയങ്ങൾ ജോസഫച്ചൻ എഴുതി അറിയിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നേരങ്ങൾ എഴുതി നിങ്ങൾ എഴുതി? ഞാൻ തന്നെയാണെങ്കിൽ ഒരു 3-4 പേജ് കത്തുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പടപടാന്ന് വായിക്കും. വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മെയിൻ പോയിൻ്റ് ക്യാച്ച് ചെയ്യാൻ വേണ്ടി, ഇത് മൊത്തം വായിക്കാൻ ചിലപ്പോൾ സമയം ഉണ്ടാകത്തില്ല, മെയിൻ പോയിൻ്റ് വായിക്കാൻ വേണ്ടി കർത്താവ് എനിക്ക് ആ കറക്റ്റ് സ്ഥലം, ഇപ്പോൾ ആൾക്കാരിൽ നിന്ന് ഞാൻ കത്ത് വായിക്കുന്നിടല്ലേ, പെട്ടെന്ന് വായിച്ചിട്ട് ഞാൻ ക്യാച്ച് ചെയ്യുക സംഭവം. മെയിൻ അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അവർക്കത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി കുറേ സമയമുണ്ട് എഴുതാൻ വേണ്ടി അവർക്ക് എടുത്തു. അവർക്ക് അത്രയും വലിയ വശമില്ലാത്തത് കൊണ്ട് അവരെ പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി എഴുതി വെക്കണതാണത്. പക്ഷേ എനിക്ക് ആ പോയിൻ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ക്യാച്ച് ചെയ്യണതാണത്, പെട്ടെന്ന് ക്യാച്ച് ചെയ്തത്. അതുപോലെ തന്നെയാണ് നമ്മളും ദൈവദൃശ്യനെ പറയണമെങ്കിൽ എന്തുമാത്രം കാര്യം പറയാനുണ്ടാവും. പക്ഷേ നിങ്ങളിവിടെ വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് സ്കാൻ ചെയ്ത് നിങ്ങളുടെ മനസ്സുള്ള മുഴുവനും സംഭവങ്ങൾ അമ്മ എടുക്കും. ഇതുപോലെ തന്നെ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഈ ജിയോയെപ്പോലെ സത്യസന്ധമാണെന്ന് കണ്ടാൽ നമ്മളോട് ദൈവം ഓരോ സമയത്ത് യുദ്ധത്തിന് ആവശ്യമായ ആയുധങ്ങൾ ഇട്ട് തരും. അതല്ല, ഈ വചനത്തിൽ എല്ലാത്തിനും ആയുധം ഇരിപ്പുണ്ട്. അപ്പോൾ ദൈവം പെറുക്കി എറിഞ്ഞു തരും. അപ്പം അത് പിടിക്കുമെന്നറിയാം. നമ്മളിങ്ങനെ ഈ വചനം കൊടുക്കുമ്പോൾ പിടിക്കാൻ ഇവന് നല്ല മരുങ്ങാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വചനം ഈ ലീഗൽ നിയമയുദ്ധം നടക്കുന്ന കാലത്ത് വചനം വായിക്കുമ്പോൾ ചില വചനങ്ങൾ ഇങ്ങനെ അഭിഷേകമായിട്ട് വന്ന് ആത്മാവിലേക്കാണ് കയറിയിരിക്കും. അങ്ങനെ ഒരു വചനമാണ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഈ സമയം ജിയോ നീ എന്ത് ചെയ്യാമെന്നറിയാവോ? എന്താണ്? ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ താഴ്മയോടെ നിൽക്കണം. നീ ഓവർ എൻതൂസിയാസം കാണിക്കരുത്. നിൻ്റെ മിസ്റ്റേക്ക് ഇല്ല, നിനക്കറിയാം. മിസ്റ്റേക്ക് ഇല്ലാതെ വരുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? അഹങ്കാരം ഉണ്ടാവും. അതാണ് വിഷയം. മിസ്റ്റേക്ക് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലേ നമുക്ക് ഉള്ളിലൊരു അഹങ്കാരം ഉണ്ടാവും. അതാണ് വിഷയം. നമ്മൾ തെറ്റുകാരനല്ല എന്നുണ്ടെങ്കിൽ ആ തെറ്റുകാരൻ അല്ലാത്ത അവസ്ഥ തന്നെ ആത്മീയമായിട്ടൊരു തെറ്റായിട്ട് മാറും. എന്താ കാര്യം? നമുക്ക് അഹങ്കാരം ഉണ്ടാവും. അല്ലെങ്കിലും എപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ എപ്പോഴും നിൽക്കണ താഴ്മയോടെ നിൽക്കാൻ പറഞ്ഞ അതിൻ്റെ അകത്തുള്ള ഒന്നാമത്തെ കാര്യം അകത്തെ ക്യാരിയോട് ചെയ്തുകൊണ്ട് നിൽക്കരുതെന്ന് എൻ്റെ അർത്ഥം. അഹങ്കാരം വെച്ചാൽ അകത്തെ ക്യാരി ചെയ്യും, അകത്തെ ഇങ്ങനെ ഭവിച്ചുകൊണ്ട് നിൽക്കും. ഞാൻ ഇപ്പം കർത്താവ് അവരോട് പറഞ്ഞില്ലേ, യഹൂദ പുരോഹിതന്മാരോട് പറഞ്ഞില്ലേ, നിങ്ങളത് കണ്ടു എന്നിട്ടും നിങ്ങൾ വിശ്വസിച്ചില്ലെന്ന്. അതാണ് വിഷയം. നിങ്ങളത് കണ്ടു എന്നിട്ടും നിങ്ങളത് വിശ്വസിച്ചില്ല. അങ്ങനെ വചനമില്ലേ? എടുത്ത് 21:30 നോക്കിയേ. ശ്രദ്ധിക്കട്ടെ, മത്തായിയുടെ സുവിശേഷം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി 21:30. അവൻ രണ്ടാമന്റെ അടുത്ത് ചെന്ന് ഇത് തന്നെ പറഞ്ഞു. അവനാകട്ടെ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു. നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല. അതാണ് വിഷയം. അതായത് ഇതിൻ്റെ ഒരു സെൽഫ് എസ്റ്റീം കയറി വരുന്നുണ്ട്. അതായത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലാണെങ്കിൽ ഒറ്റ നിപ്പേ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? ദൈവത്തിൻ്റെ തിരുസന്നിധിയിലാണെങ്കിൽ ഒറ്റ നിപ്പേ പറ്റത്തുള്ളൂ. എന്താണ്? താഴ്മയോടെ നിൽക്കണം. ഞാനെന്ന് പറഞ്ഞ് നിൽക്കരുത്.
ഇവരെന്താണ് ഇവർ സംഭവിച്ചിരിക്കുന്നത്? യഹൂദ പുരോഹിതന്മാർക്ക് എന്താ സംഭവിക്കുന്നത്? യോഹന്നാൻ, ആരാണ് ഏത് യോഹന്നാനാണ്? മംതാന, സ്നാപകൻ, അവൻ നീതിയുടെ മാർഗത്തിലൂടെ വന്നു. നിങ്ങൾ അവനെ റിജക്റ്റ് ചെയ്തു. ആര്? യഹൂദ പുരോഹിതന്മാരും സ്ക്രൈബന്മാരും അതുപോലെ തന്നെ ഫരിസേയരും റിജക്റ്റ് ചെയ്തു. പക്ഷെ ആരാണ് അവനെ അക്സെപ്റ്റ് ചെയ്തത്? ചുങ്കക്കാരും പാപികളും മാനസാന്തരപ്പെട്ടു. അവർ കൊടിയ പാപികൾ മാനസാന്തരപ്പെട്ടു. അവർ മാനസാന്തരപ്പെട്ടത് കണ്ടിട്ട് പോലും നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. കാര്യം എന്താണ്? നിങ്ങൾ വലിയ കേമന്മാരാണെന്ന് പറഞ്ഞിരുന്നെന്ന വിഷയം. അവിടെ താഴ്മയില്ലല്ലോ, അവിടെ താഴ്മയില്ല. ദൈവത്തിരുസന്നിധിയിൽ ഒരു കേമത്വത്തിന് യാതൊരു പ്രസക്തിയുമില്ല. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഞങ്ങൾക്ക് ഇടവേളയൊക്കെ ചെല്ലുമ്പോൾ പണ്ട് കാരിസ്മാറ്റിക് നല്ല തലമൂത്ത കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പോയി പങ്കെടുത്ത ആൾക്കാർ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ പട്ടാളക്കാരോട് സംസാരിക്കാൻ അവരിരിക്കും. പട്ടാളക്കാരോട് സംസാരിച്ചാൽ പട്ടാളക്കാരെന്ത് ചെയ്യുന്നറിയാമോ? മറ്റുള്ളവരെ സിവിലിയന്മാരെന്നാണ് വിളിക്കണത്. പട്ടാളക്കാരെല്ലാവരും തന്നെ കോമൺ പീപ്പിളിനെ, പബ്ലിക്കിനെ സിവിലിയൻ എന്നാണ് വിളിക്കണത്. വെച്ച് കഴിഞ്ഞാൽ നോട്ട് ട്രെയിൻഡ് പീപ്പിൾ എന്നാണ് എൻ്റെ അർത്ഥം. നോട്ട് ട്രെയിൻഡ് പീപ്പിൾ. അവരെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഈ സിവിലിയൻ എന്ന് പറയുന്ന ബുദ്ധിയും ബോധം ഇല്ലാത്തതിനെ സംരക്ഷിക്കാനാണ് അവർ തോക്കെടുത്ത് ഈ അഭ്യാസം പഠിച്ചിരിക്കണമെന്നാണ്, അതാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ സിവിലിയൻ എന്നാണ് പട്ടാളക്കാർ നമ്മളെ വിളിക്കുന്നത് എല്ലാവരും തന്നെ. ഇതുപോലെ ഈ കരിസ്മാറ്റിക് നവീകരണത്തിൽ വന്ന ആൾക്കാർ നാട്ടുകാരെ വിളിക്കുന്നത് ലോകത്തന്മാരെന്ന് വിളിക്കും. ഇതാണ് വിഷയം. ഈ ഒരു മനോഭാവം വർക്കൗട്ട് ചെയ്യത്തില്ല. അവിടെ വിഷയം അതാണ് പറയുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഉണ്ട്. അപ്പോൾ അതായത് ഈ മനുഷ്യന് ജസ്റ്റിഫൈ ചെയ്യാൻ 100,000 ഗ്രൗണ്ടുകളാണ്. കാര്യം ഈ ചെയ്തു കൂട്ടുന്ന പുണ്യങ്ങളെല്ലാം ക്ലെയിമിന് പറ്റണതാണ്. പക്ഷേ ക്ലെയിം ഒന്നും കാണിക്കരുതെന്നാണ് ഈശോ പറയണത് അയാളോട്. ഇപ്പോൾ ചുങ്കക്കാരനും ഫരിസേയനും പോയി പ്രാർത്ഥിക്കണില്ല. ഞാൻ ആഴ്ചയിൽ ഒരു നേരം ഉപവസിക്കുന്നു, എല്ലാത്തിൻ്റെ ദശാംശം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ചുങ്കക്കാരനാകട്ടെ അകലെ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സ്വർഗത്തിലേക്ക് കണ്ണു ഉയർത്താൻ പോലും നിവൃത്തിയില്ലാതെ ദൈവമേ പാപിയായ എൻ്റെ മേൽ കരിയണ ക്ലെയിമില്ല. അപ്പോൾ നമ്മൾ എന്ത് ക്ലെയിം എടുത്താലും ദൈവത്തിൻ്റെ ക്ലെയിം അല്ല. ക്ലെയിമിനെ കുറിച്ചൊരു അഹംഭാവം ചില സമയത്ത് നമുക്കുണ്ടാകും. ആധ്യാത്മിക അഹങ്കാരമാണ് സാധാരണ അഹങ്കാരത്തേക്കാൾ കൂടുതൽ. വെറുതെ ആ ക്ലെയിം അടിക്കും. ഇവർ എല്ലാ പരിപാടികളും കാണിക്കുന്നത് ക്ലെയിം ആകാൻ വേണ്ടിയാണ്. പക്ഷേ ദൈവത്തിരുസന്നിധി ക്ലെയിം ഒന്നും ഹോണർ ചെയ്യത്തില്ല. അതുകൊണ്ട് ഈശോ തന്നെ പറഞ്ഞു, നിങ്ങൾ എന്ത് ക്ലെയിം എടുത്താലും ഒടുവിൽ പറഞ്ഞ വാക്ക് എന്താണ്? ഞങ്ങൾ പ്രയോജനരഹിതന്മാരായ ദാസന്മാരാണ്, കടമ നിർവഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നത് നിലപാടുകളാണത്. ആധ്യാത്മികമായ ഒരു നിലപാട് ക്രിസ്തീയ ജീവിതത്തിൽ വളരെ സിമ്പിളാണ്. അതുകൊണ്ട് ഇവനെ ഹെൽപ്പ് ചെയ്യാൻ നേരത്ത് ദൈവം ചെയ്യണം. ഒരാളെ ദൈവം ഹെൽപ്പ് ചെയ്യുമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അതെന്താണ്? ദൈവം അവനെ എളിമപ്പെടുത്താൻ വേണ്ടിയുള്ള ആദ്യത്തെ ലോറി ഇറക്കും. ആദ്യത്തെ വണ്ടി വരും ഇവനെ എളിമപ്പെടുത്താൻ വേണ്ടി. ആദ്യത്തെ വണ്ടി വരും. പക്ഷേ ഇവന് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. ഇപ്പം വലിയ തലയിൽ എല്ലാത്തിനും പരിപ്പിച്ച് നടക്കണവനായിരിക്കും. പക്ഷെ 15 വയസ്സുള്ള അവൻ്റെ മകൻ തന്നെ കയറിയിട്ട് പപ്പ ആ പറഞ്ഞത് ശരിയല്ല കേട്ടാ. അപ്പം അമ്മ പപ്പ എവിടെയിങ്ങനെ സംസാരിക്കണമെന്ന് അമ്മ ചോദിക്കും. പക്ഷേ അപ്പോഴേ അപ്പായിക്കത് ഹർട്ടാവും. അയാൾക്കത് വൈരാഗ്യമായി മാറും. തൻ്റെ കൊച്ച് തൻ്റെ മുമ്പ് വിട്ടു നിന്ന് തന്നെ എതിരെ സംസാരിച്ചല്ലോ. പക്ഷേ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മനസ്സിലാകും, എന്നെ വെളിമപ്പെടുത്താനുള്ള ദൈവത്തിൻ്റെ ആദ്യ നടപടി കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് ഇല്ലെന്നുണ്ടെങ്കിൽ ആ കൊച്ചിൻ്റെ തലേന്ന് ഞൊട്ടിക്കൊണ്ട് അയാൾ പോകും. അതാണ് വിഷയം വേണ്ടത്. എൻ്റെ വിഷയം വരുന്നത് ഇതാണ്. ഒരാളെ എളിമപ്പെടുത്താനുള്ള, ഇപ്പോൾ രോഗമായാലും ഒരു രോഗം നിനക്ക് വന്നു, നിനക്ക് നിവൃത്തിയില്ലാതെ, അപ്പം അങ്ങനെ വരുമ്പോൾ മറ്റുള്ളൊരു സഹായം നിനക്ക് വേണം. ദാറ്റ് മീൻസ് നിന്നെ എളിമപ്പെടുത്തുകയാണ്. ദാറ്റ് മീൻസ് ദ ബ്ലെസ്സിങ് ഈസ് കമ്മിങ്. ഒരു അനുഗ്രഹം വരുന്നു എന്നതിൻ്റെ അർത്ഥം. അല്ല രോഗം വന്നു എന്ന് പറഞ്ഞ് മോദം കയറ്റി അടക്കരുത്. ഒരു അനുഗ്രഹം വരുന്നു എന്നതിൻ്റെ അർത്ഥം നിന്നെ കർത്താവ് ലിഫ്റ്റ് ചെയ്യാൻ പോകുന്നു. അതിൻ്റെ അർത്ഥം അതാണ്. ഒരു തകർച്ച വന്നാൽ നിനക്കറിയാമല്ലോ, അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിലായിരിക്കും ചരിക്കരുത്. അതാണ് ഇവനോട് പറയണത്. നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് വന്നിരിക്കണം. എന്താണ് കാരണം? ദൈവത്തിൻ്റെ
ഞാൻ നിന്നെ ലിഫ്റ്റ് ചെയ്യുമെന്ന്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. അപ്പം നമ്മൾ ചില സമയത്തെങ്കിലും സൂക്ഷിച്ചില്ലെങ്കിൽ ലോകത്തിന് അകപ്പെട്ടു പോകും, ലോകത്തിൻ്റെ അഭിവാഞ്ചകൾക്ക് അകപ്പെട്ടു പോകും. ലോകത്തിൻ്റെ അതേ ആയുധങ്ങൾ നമ്മൾ എടുക്കും പിടിച്ചു നിൽക്കാൻ വേണ്ടി. ചിലപ്പോൾ കള്ളത്തരം പറയും, ചിലപ്പോൾ നുണ പറയും, പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് പറയണത്. അപ്പോൾ ദൈവത്തിന് നമ്മളെ പേടി വരും, എങ്ങാനും ഇവൻ നുണ പറയുമോ എന്ന് വിചാരിച്ച്. ഒരു ചൂട് കൂടുമ്പോഴേ പൊള്ളുമ്പോഴേ പിടിച്ചു നിൽക്കാൻ വേണ്ടി നമ്മൾ ഒരു കള്ളം പറയുമോ. പല പൊള്ളുകലും വരുമ്പോഴാണല്ലോ ആൾക്കാർ കള്ളം പറയണത്. അപ്പോൾ ദൈവത്തിന് പേടിയാണ്, എൻ്റെ ദൈവ പൈതൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞേക്കുമോ ഇത് വയ്ക്കുമ്പോൾ ദൈവത്തിന് പേടിയാണ്. അപ്പം അതുകൊണ്ട് ദൈവം കോടതി കള്ളം പറയാതിരിക്കാൻ വേണ്ടി ജിയോയോട് പറയും, നീ ഫിലിപ്പി 2:15 വായിക്കാൻ പറയും. ഉടനെ ജിയോ ഷൈല എന്നാണ് വൈഫിൻ്റെ പേര്. ഷൈല ഈശോ 2:15 വായിക്കാൻ പറയണല്ലോ, എന്തായിരിക്കും പ്രശ്നം? ഷൈല ഈശോ 2:15 വായിക്കാൻ പറയണല്ലോ. ഫിലിപ്പി വായിച്ചേ ശ്രുതികട ഹല്ലേലൂയ. ഫിലിപ്പി 2:15. അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന്, അതാണ് വിഷയം, നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാകട്ടെ. അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. ഇതാണ് സുവിശേഷം. ജീവമരണ ചക്രശ്വാസം വലിച്ചുള്ള നടപടിയല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ഇവനിൽ നിന്ന് അല്പം പോലും കളങ്കം കയറാതിരിക്കാൻ വേണ്ടി സീൽ ചെയ്യണം. കണ്ടില്ലേ, എന്ത് പ്രൊട്ടക്ഷനാണ് ആ വചനം. ഇവന് എന്ത് വചനമാണ് ആവശ്യം ആ വചനം വെളിപ്പെടുത്തി കൊടുക്കും. യുദ്ധമാണ് നടക്കുകയാണ്, ലോകവുമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ്. വക്രതയാർന്ന ജനതയും വഞ്ചനയാർന്ന ജനതയുമായിട്ട് ഒരു യുദ്ധം നടക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് നീതിമാനം ദൈവം നീതിയുടെ ആയുധങ്ങൾ എറിഞ്ഞു കൊടുക്കുകയാണ്. എൻ്റെ പേര് സൂര്യ, ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു. ഞാനിപ്പോൾ സാക്ഷ്യം പറയാവുന്ന എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ്. സാക്ഷ്യം പറയാൻ വൈകിപ്പോയി, അതിന് മാതാവിനോട് ഞാൻ ഒരുപാട് ക്ഷമ ചോദിക്കുന്നു. കുഞ്ഞിന് 1 വയസ്സ് മുതൽ അഡിനോയിഡിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു, ഇടവിട്ടുള്ള പനി. എന്താ രോഗമെന്ന് ഒരു ഡോക്ടർമാർക്കും മനസ്സിലാവുന്നില്ല. പല ഹോസ്പിറ്റലിലും പോയി, എല്ലാ മാസവും ആൻറ്റിബയോട്ടിക്കാണ്, കുറേ ഇഞ്ചക്ഷൻസ് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. പക്ഷേ എന്താ രോഗമെന്ന് ആരോട് ചോദിച്ചാലും ഡോക്ടർമാർ പറയുന്ന അറിയില്ല, കണ്ടെത്തിയിട്ടില്ല, നമുക്ക് ടെസ്റ്റുകൾ ചെയ്യാം. അങ്ങനെ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു. 2022 ഞാൻ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. പല ഹോസ്പിറ്റലിലും കാണിച്ചിട്ടും അവർക്ക് അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കാണിച്ചോളാൻ പറയണേ. രാജഗിരി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഓങ്കോളജിസ്റ്റിനെ ഒന്ന് കാണിക്കാം. ഡോക്ടർ പറഞ്ഞു നമുക്ക് ബോൺ മാരോ ചെയ്താലോ എന്ന് ചോദിച്ചു. ഞാൻ കുഞ്ഞായതുകൊണ്ട് എനിക്കതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അഡിനോയിഡ് സർജറി ചെയ്യേണ്ടി വരും, എല്ലാം കൂടിയും ഒരു 1.5 ലക്ഷം രൂപ നിങ്ങൾ കയ്യിൽ കരുതണം, കുഞ്ഞിന് സർജറി വേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്, കയ്യിലെടുക്കാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിനെയും ഹസ്ബൻഡിനെയും കൂട്ടി ഇവിടെ ജോസഫ് അച്ഛനെ കാണാൻ വന്നു. അച്ഛനെ കണ്ട് ബ്ലെസ്സിങ്സ് വാങ്ങിച്ചു. അച്ഛൻ പറഞ്ഞു ധൈര്യമായിട്ട് പൊക്കോ, കുഞ്ഞിനൊരു കുഴപ്പമുണ്ടാകത്തില്ല, സർജറി വേണ്ടി വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2023 ജനുവരിയിലായിരുന്നു, 23-ാം തീയതി ആയിരുന്നു സർജറി പറഞ്ഞ്. 19-ാം തീയതി ഞങ്ങൾ അച്ഛനെ വന്ന് കണ്ടു. 22-ാം തീയതി ഡോക്ടറെ അഡ്മിറ്റ് ആക്കാനായിട്ട് സർജറിക്ക് വേണ്ടി ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ തിരിച്ചു പോയിക്കോ, കുഞ്ഞിന് ഇപ്പോൾ സർജറി ചെയ്യാനുള്ള സമയമല്ല, വെയിറ്റ് ഇല്ല, അതുകൊണ്ട് സർജറി ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ തിരിച്ചു പോയിക്കോ എന്ന് പറഞ്ഞു. ഇത്രയും വലിയൊരു അനുഗ്രഹം ഞങ്ങൾക്ക് മാതാവ് തന്നല്ലോ എന്നോർത്ത് ഇപ്പോഴും ഞാൻ നന്ദി പറയാം. പക്ഷേ ഇവിടെ വന്ന് നന്ദി പറയാനായിട്ട് എനിക്ക് പറ്റിയില്ല. ഞാൻ പലതവണ ഇവിടെ വന്നായിരുന്നു, പക്ഷെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുവന്നില്ല. യാത്ര ചെയ്ത് വരുമ്പോൾ അവൾക്ക് വീണ്ടും വയ്യാണ്ടാവുമല്ലോ എന്നോർത്ത് അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് വന്നത്. പക്ഷേ എനിക്കത് കുഞ്ഞിനെയും കൊണ്ട് വന്ന് സാക്ഷ്യം പറയാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റാതെ ഞാനിവിടെ നിന്ന് പോയത്. ഇപ്പോൾ 1 വർഷമായി വീണ്ടും കുഞ്ഞിന് വീണ്ടും അസുഖങ്ങൾ, വീണ്ടും ഇതേപോലെ പനി, കൗണ്ട് ഹൈ ആയിട്ടിരിക്കുക, CRP, പ്ലേറ്റ്ലെറ്റ്, ESR എല്ലാം ഹൈ ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ വീണ്ടും പല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി വീണ്ടും അമൃത ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു.
സാൻജോ ഹോസ്പിറ്റൽ, അമൃത ഹോസ്പിറ്റലിൽ നേരത്തെ പോയിട്ടും കാര്യം ഉണ്ടായിരുന്നില്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും സാൻജോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു 7 ദിവസത്തെ ഇഞ്ചക്ഷൻ കഴിയട്ടെ എന്നിട്ട് വിടാം, നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ 3 ദിവസത്തെ ഇഞ്ചക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു 7 ദിവസം കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. 7 ദിവസം കഴിഞ്ഞിട്ടും ഞങ്ങൾ അഡ്മിറ്റായതിനേക്കായും കൗണ്ട് കൂടുതലായിരുന്നു. അപ്പോൾ ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്യും, ഞങ്ങൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറിക്കോളാം അല്ലെങ്കിൽ അമൃതയിലേക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു പറ്റില്ല, ഇനിയും കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞാണെങ്കിൽ സിക്കായിക്കൊണ്ടിരിക്കുക, പനി വിട്ടു പോകുന്നില്ല, രാത്രി മുഴുവൻ സ്പഞ്ച് കൊടുക്കുന്നു. അങ്ങനെ വന്നപ്പോൾ ഞാൻ മാതാവിനോട് ഒരുപാട് പ്രാവശ്യം, മോള് തന്നെ രാത്രി എന്നോട് പറഞ്ഞു ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട്, അമ്മയെ എന്നെ ഈശോപ്പ അടുത്ത് കൊണ്ടു, മാതാവിൻ്റെ അടുത്ത് കൊണ്ടു, എനിക്ക് പറ്റുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ കൊണ്ടുപോവാം, ഇവിടെ നിന്നൊന്ന് വിട്ടാലല്ലേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അന്നൊരു ചേച്ചീനെ ഞാൻ ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് ഞാൻ കാണുന്നു. ആ ചേച്ചി മോളുടെ അടുത്ത് വന്ന് ഒത്തിരി നേരം പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു നീ കുഞ്ഞിനെയും കൊണ്ട് 9 ചൊവ്വാഴ്ച കൃപാസനത്തിൽ പോവാമെന്ന് നീ പ്രാർത്ഥിച്ച് നേര്, അപ്പോൾ നിൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞ് കുഞ്ഞിൻ്റെ കയ്യിലൊരു മാതാവിൻ്റെ സ്റ്റിക്കർ പതിപ്പിച്ചു. അതിനുശേഷം എന്നെ വിടില്ല എന്ന് പറഞ്ഞ എൻ്റെ ഡോക്ടർ റൗണ്ട്സ് കഴിഞ്ഞ് പോയതായിരുന്നു. തിരിച്ച് വന്ന് എന്നോട് പറഞ്ഞു നിങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് അമൃത ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ തന്നെ റെഫർ ചെയ്ത് പൊക്കോ, ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അത്രയും നേരം ഞാൻ കാല് പിടിച്ചോണം ചോദിച്ചിട്ടും വിടാത്ത ഡോക്ടർ എന്നോട് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അതിനുശേഷം ഈ കുഞ്ഞിന് ഇന്ന് വരെ ഒരു പനി പോലും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അന്ന് രാത്രി തന്നെ അമൃത ഹോസ്പിറ്റലിലേക്ക് പോയെങ്കിലും അവിടെ ഞങ്ങളെ 5 ദിവസം വീണ്ടും അഡ്മിറ്റാക്കി. 1 മുതലുള്ള എല്ലാ ടെസ്റ്റുകളും TBയുടെ വരെ ടെസ്റ്റുകളെല്ലാം ചെയ്തു നോക്കി, എല്ലാം നെഗറ്റീവാണ്. 5 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. വീണ്ടും അവൾക്ക് ജലദോഷം വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കൊണ്ടുവരണമെന്നുണ്ടായി. വീണ്ടും ജലദോഷം ആയതുകൊണ്ട് ഞങ്ങൾ വരാതിരുന്നേ. ഇപ്പോൾ അവളെയും കൊണ്ട് സാക്ഷ്യം പറയാനായിട്ട് ഞാനിവിടെ വന്നു. ഇന്നലെയാണ് അവളുടെ ലാസ്റ്റ് ഒരു ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നത്. അത് കഴിഞ്ഞിട്ട് മാതാവിനെ എടുത്ത് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തത്. ഇന്നലെ ഡോക്ടർ എനിക്ക് മെസ്സേജ് അയച്ചു, കുഞ്ഞിൻ്റെ എല്ലാ ടെസ്റ്റും നോർമലാണ്, നീ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. ഇത്രയും ഒരു വലിയ അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുണ്ടായ എൻ്റെ മോളാണിത്. ഇനി രണ്ടാമത്തെ എൻ്റെ സാക്ഷി എന്ന് പറഞ്ഞാൽ 2023 ഓഗസ്റ്റ് മാസം 24-ാം തീയതി എൻ്റെ വീട്ടിൽ, ഞങ്ങൾ വാടക വീട്ടിലായിരുന്നു, ആ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ഞങ്ങളുടെ വീടെല്ലാം കത്തി നശിച്ചു. ആ സമയത്ത് ഞാൻ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കുഞ്ഞ് റൂമിൽ കിടന്ന് ഉറങ്ങുന്നു, ഹസ്ബൻഡ് അടുക്കളയിലുണ്ടായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ തീ കണ്ടില്ലായിരുന്നു, ഹസ്ബൻഡാണ് കണ്ടത്. ഹസ്ബൻഡ് ഞാൻ പേടിക്കുമെന്ന് വിചാരിച്ച് എന്നോട് പറഞ്ഞില്ല, തീ പിടിച്ചേക്കണ കാര്യം എന്നോട് പറഞ്ഞില്ല. അത് അണയ്ക്കാൻ നോക്കി. കുറച്ച് നേരം കഴിഞ്ഞാണ് ഞാൻ ഹസ്ബൻഡ് എന്തെങ്കിലും കുനിഞ്ഞിരിക്കണേന്ന് നോക്കിയപ്പോഴാണ് തീ കണ്ടത്. ആ സമയത്ത് തന്നെ ഞാൻ ഹസ്ബൻഡിനെ കയ്യെ പിടിച്ച്, നമ്മളെ മോളെ എടുക്കണ്ടേന്നൊരു ചോദ്യം ചോദിച്ചിട്ട് ഹസ്ബൻഡിനെ കയ്യെ പിടിച്ച് ഞാൻ വലിച്ച് അടുക്കള വഴി പുറത്തേക്ക് ഓടി. ഞാനങ്ങനെ ഫ്രണ്ടിലെ ഡോർ തുറന്നിടാറില്ല, കാരണം ഒത്തിരി കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്ന ഒരു സ്ഥലമാണ് ഞങ്ങളുടെ അവിടെ ഏരിയ. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ അന്ന് എന്തോ ഒരു ദൈവാധീനത്തിന് അമ്മ അങ്ങോട്ട് ഇറങ്ങിപ്പോയതുകൊണ്ട് എനിക്ക് ഡോർ അടയ്ക്കാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റെ മോളെ എടുക്കാൻ പറ്റി. ഞാൻ പിന്നെ എൻ്റെ പുറകയിൽ ആരൊക്കെ ഉണ്ടെന്നോ എന്നൊന്നും ഞാൻ നോക്കിയില്ല. ഒറ്റ ഓട്ടത്തിന് മോളെ എടുത്ത് തോളിലിട്ട് ഞാൻ പുറത്ത് സിറ്റ് ഔട്ടിൽ വന്നപ്പോഴത്തേക്കും ഗ്യാസ് ഊറ്റി ബ്ലാസ്റ്റ് ചെയ്ത് വീട് മൊത്തം മച്ചായിരുന്നു. ആ മച്ചിലേക്ക് തീ പിടിച്ചിട്ട് എല്ലാം കത്തിപ്പോയി ഞങ്ങളുടെ. പക്ഷേ പ്രാർത്ഥനാ ബുക്കുകൾ, ബൈബിള് അങ്ങനെയുള്ളതൊന്നും കത്തിയില്ല. ബാക്കി ഞങ്ങളുടെ ഒരു തുണി പോലും കിട്ടാത്ത രീതിയിൽ എല്ലാം കത്തി, ഭിത്തി, കിടക്ക, കട്ടിൽ, ഇതെല്ലാം കത്തിപ്പോയിട്ട് ആ സമയത്ത് എനിക്ക് കരച്ചിൽ വന്നില്ല. കാരണം ഒരു പോറൽ പോലും എൻ്റെ കുഞ്ഞിനെ ഏൽക്കാതെ, ഹസ്ബൻഡിനോ എനിക്കോ ഒന്നും ഏൽക്കാതെ ഞങ്ങളെ മാതാവ് രക്ഷിച്ചു. പക്ഷേ ഞങ്ങൾക്ക് അന്ന് ആ ആഴ്ചയിൽ തന്നെ ഞാൻ ഇവിടെ വന്നു, അച്ഛനെ കണ്ടു. കാരണം ആ സമയത്ത് എൻ്റെ കുറച്ച് ഗോൾഡ്, കുഞ്ഞിൻ്റെ ഗോൾഡും അലമാരിയിൽ എവിടെയോ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ടെൻഷൻ്റെ ഇടയിൽ അത് എവിടെയാണെന്നോ, ആരെങ്കിലും, ഒത്തിരി ആൾക്കാർ ടി വിയിൽ ന്യൂസെല്ലാം കണ്ട് വന്നു, വീട് സന്ദർശിക്കാൻ വന്നു, എവിടെയെങ്കിലും ആരെങ്കിലും കൈ കിട്ടിയിട്ടാണോ, അത് ആരും എടുത്താലും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ എൻ്റെ കൺമുന്നിൽ നിന്ന് കാണിച്ചു തരണേന്ന് പറഞ്ഞ് ഞാൻ അച്ഛനെ ഇവിടെ വന്ന് ബ്ലെസ്സിങ്സ് മേടിക്കാൻ വന്നായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കയറി കിടക്കാനായിട്ട് 1 മാസം വീട്ടിൽ നിന്നു, എൻ്റെ സ്വന്തം വീട്ടിൽ നിന്നു.
ഒരു വാടക വീടാണെങ്കിലും ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയില്ല. കാരണം അത്രയും നാളത്തെ സമ്പാദ്യം മുഴുവൻ ഒന്നിച്ച് ഞങ്ങളുടെ കൺമുന്നിൽ കത്തിപ്പോയപ്പോൾ ഞങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു മാസം ഞാൻ പോയി നിന്നപ്പം വീട്ടുകാർക്കല്ല പ്രശ്നം, അയൽവക്കാർക്കായിരുന്നു. അവരെന്നെ കളിയാക്കലും ഇപ്പം കിട്ടിയില്ലേ എന്നൊക്കെയുള്ള ചോദ്യം ഞാൻ നടന്നു പോകുമ്പോഴൊക്കെ ആയിരുന്നു. ഇവിടെ വന്ന് അച്ഛനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാനിവിടുന്ന് 6 കെട്ട് പത്രം വന്ന് കയ്യിൽ കാശില്ല, ഫ്രണ്ട്സെല്ലാം സഹായിച്ചാണ് ഞങ്ങൾക്ക് പിരിവിട്ട് ഞങ്ങൾക്ക് ഈ കുഞ്ഞിനും ഇതിന് വാങ്ങിക്കാനായിട്ട് പിരിവിട്ട് തന്നത്. അപ്പോൾ ഇവിടുന്ന് ഞാൻ 6 കെട്ട് പത്രം ഞാൻ വാങ്ങിച്ചിട്ട് പോയി ആലുവ ടൗണിൽ ചെന്ന് എല്ലാ വീടുകളിലും ബസ് സ്റ്റാൻഡുകളിലും കടകളിലും കയറി ഞാൻ കൊടുക്കുമ്പോൾ അവരെല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു. ഇതിനാണോ ഈ പത്രം കൊടുത്തിട്ട് നിനക്ക് എന്താ കിട്ടിയത്, നിൻ്റെ വീട് കത്തി നശിച്ചു പോയില്ലേ, ഇതാണോ നിനക്ക് അവിടെ നിന്ന് കിട്ടുന്ന കൂലി, ഇതിന് വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെ കടകൾ കയറി ഇറങ്ങുന്നതെന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചു. നിനക്ക് നാണാവത്തില്ലേ എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി അവിടെ നിന്ന് വിട്ടിട്ടും ഞാൻ അവരോട് ദേഷ്യപ്പെടാനൊന്നും പോയില്ല. നിനക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഓഫർ വല്ലതും ഉണ്ടോ, നീ ഈ പത്രം കൊടുത്ത് അവർക്ക് എന്തെങ്കിലും അവിടെ നിന്ന് വല്ല ശമ്പളം നിനക്ക് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കളിയാക്കിയിട്ടുണ്ട്. എന്നെ കടകളിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട് വേണ്ടാന്നും പറഞ്ഞ്. അപ്പോഴൊന്നും എനിക്ക് അവരോട് ദേഷ്യപ്പെടാനൊന്നും ഞാൻ പോയില്ല. കാരണം എൻ്റെ മുന്നിൽ എനിക്ക് ആകെ ഒരു ആശ്രയം മാതാവ് മാത്രമേ ഉള്ളൂ എന്ന് പ്രാർത്ഥിച്ചാൽ അന്ന് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. ഹസ്ബൻഡിനോട് പോലും പറഞ്ഞില്ല. കാരണം എന്ന് വെച്ചാൽ ഹസ്ബൻഡിനോട് പറഞ്ഞാൽ ഇനി പറയും നീ ഇനി പോകണ്ട, എങ്ങും നീ ഇനി പത്രം കൊടുക്കാൻ പോകണ്ടെന്ന് പറയുള്ളൂ. അപ്പോൾ ഞാൻ ആ മാസം തന്നെ, ഒരു മാസം തികണതിന് മുമ്പ് തന്നെ എനിക്ക് ഒരു വാടക വീട് റെഡിയായി. ഇപ്പോഴും ഞങ്ങൾ വാടക വീട്ടിൽ തന്നെയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ കുഞ്ഞിനുള്ള കഷ്ടപ്പാടുകൾ. നമ്മൾ പ്രാർത്ഥിക്കും തോറും സഹനങ്ങൾ കൂടുക എനിക്ക് സഹനങ്ങൾ കൂടുതലാണ്. പക്ഷെ എന്നാലും നമുക്കൊരു വിശ്വാസമുണ്ട്, നമ്മുടെ കൂടെ എന്ത് സഹനം വന്നാലും മാതാവ് ഉണ്ടെന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ട്. അതുപോലെ എൻ്റെ മോൾക്കുണ്ട്. മോളാണെങ്കിലും എപ്പോഴും ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാത്തത് എനിക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് സ്ട്രോക്ക് വന്നതായിരുന്നു, അതുകൊണ്ട് എനിക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇങ്ങോട്ട് ഞാൻ അവളെ കൊണ്ടുവരാത്തത്. അമ്മയുടെ അടുത്ത് ആക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാറ്. ഇപ്പോൾ എനിക്ക് അവൾക്കും ആഗ്രഹമുണ്ടല്ലോ മാതാവിനെ കാണാനെന്ന് ഓർത്തിട്ട് ഞാൻ അവളെയും കൊണ്ട് തന്നെ വന്നത്. മാതാവ് എന്നെ ഞാൻ അനുഗ്രഹിച്ചു. ഇവിടം വരെ ഒരു കുഴപ്പമില്ലാതെ ഇവിടം വരെ എത്തി എനിക്ക് വരാൻ സാധിച്ചു. ഇനിയും വരണം. പിന്നെ ഇനി അടുത്ത സാക്ഷി എന്ന് പറഞ്ഞാൽ എനിക്ക് അച്ഛനില്ല. അച്ഛനെൻ്റെ ചെറുപ്പത്തിൽ 2.5 വയസ്സുള്ള മരിച്ചാണ്. അപ്പോൾ അമ്മയുടെ പേരിലുള്ള ഒരു വീടാണ്. അയൽക്കാർ അമ്മയുടെ പേരിലൊരു കള്ളക്കേസ് കൊടുത്ത് അമ്മേനെ പോലീസ് പിടിച്ച് കാശിറക്കാൻ കാശ് കൊടുക്കുന്നവർക്കാണ് അവരെ അവിടെ പോലീസ് വിടത്തുള്ളൂ. പക്ഷേ അമ്മയുടെ പേരിൽ അയൽവക്കുകാർ ഒത്തിരി കള്ളക്കേസ് കൊടുത്തിട്ടും അമ്മ സ്വന്തമായിട്ട് വാങ്ങിച്ച വഴിയാണ് അത്. ഞങ്ങൾക്ക് അവർ അനുകൂലമായി കിട്ടാൻ ഞാനിവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഒന്ന് നീട്ടി വെച്ചെങ്കിലും തരട്ടെ കേസ്. കാരണം എല്ലാ മാസവും വക്കീലിന് കൊടുക്കാൻ പൈസ ഇല്ല. എല്ലാവരും വിളിച്ച് പൈസ ഇത്ര അക്കൗണ്ടിലേക്ക് ഇട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ നമുക്ക് അനുകൂലമായിട്ട് ആരും പറയാനില്ല. കാരണം നമുക്ക് ചോദിക്കാനും ആരില്ല, നമുക്ക് ക്യാഷില്ല. അതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാനിവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ വെഞ്ചരിച്ച ഉപ്പും ലോക്കറ്റും ഈ വഴിയിൽ കൊണ്ടുപോയിട്ടു. ആരും ചവിട്ടാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ടു. അമ്മയോട് പറഞ്ഞു നമ്മുടെ വീടിൻ്റെ 4 മൂലയ്ക്കും അമ്മ ഇത് കൊണ്ടുപോയിടണം എന്ന് പറഞ്ഞാൽ അമ്മയുടെ കയ്യിലും കൊടുത്തു. ഞാനും ചെയ്തു, ആരും കാണാതെ ചെയ്തു. പക്ഷേ അതിനുശേഷം ഞാൻ ഇപ്പോൾ വക്കീൽ ഞങ്ങൾക്ക് അനുകൂലമാണെന്നാണ് ഇതുവരെ ഉള്ള വിധി. അതിനും മാതാവിനും ഞാൻ നന്ദി പറയുന്നു. ഞാൻ 2022 അടുത്തൊരു കുഞ്ഞിന് ജന്മം കൊടുത്തു എന്ന് പറഞ്ഞാൽ എൻ്റെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞാണ്. ആ കുഞ്ഞിനെ എനിക്ക് ജീവനോടെ എനിക്ക് കിട്ടിയില്ല. കാരണം ഞാനവിടെ ഹോസ്പിറ്റലിൽ ചെന്നതാണ്. എല്ലാവർക്കും അറിയായിരിക്കും, സബൈൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഞാൻ ചെന്നു. എനിക്ക് പെയിനായിട്ട് ഞാൻ ചെന്നതാണ്. തിരിച്ചെന്നോട് പറഞ്ഞു സമയമായിട്ടില്ല മോളെ, നീ പൊക്കോന്ന് പറഞ്ഞു. ഞങ്ങൾ വീട്ടുകാരെ എന്നെയും എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു വിട്ടു. ഞാൻ വീട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞ് IUD ആയി. 9 മാസം കഴിഞ്ഞായിരുന്നു. അപ്പോഴും ഞാൻ ചെക്കപ്പിന് വേണ്ടി ചെന്നതാണ്. കുഞ്ഞ് പോയി എന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. കുഞ്ഞ് ഡെത്തായിട്ട് 2 ദിവസമായിരുന്നു. എനിക്ക് തീരെ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഇന്ന് ഇവിടെ അഡ്മിറ്റ് ആവണമെങ്കിൽ അഡ്മിറ്റ് ആയിക്കോ, കുഞ്ഞ് സമയമാവുന്നുള്ളൂ പറഞ്ഞു. അപ്പോഴേ കുഞ്ഞ് പോയിരുന്നു. പക്ഷേ അപ്പോഴും ആ 2 ദിവസത്തെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുഞ്ഞ് അകത്ത് കിടന്ന് മരിച്ചാൽ അത് അമ്മയ്ക്കും ദോഷമാണ്. എന്നാൽ എൻ്റെ ജീവൻ തന്നെ തിരിച്ച് കിട്ടിയത്
മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ആ രാത്രി ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് ഞാൻ പറഞ്ഞത്, എന്നെ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോകും, എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ച് കിട്ടുമെന്നൊരു വാക്ക് പറഞ്ഞായിരുന്നു. പക്ഷേ ആരും കൊണ്ടുപോയില്ല. പക്ഷേ അതിൽ നിന്ന് ഞാൻ ഡിപ്രഷന്, ഒരു കുഞ്ഞ് മരിച്ചു പോവാന്ന് പറയുമ്പോൾ അത്രയും ആ സമയം 9 മാസവും വരെ ഞാൻ നോക്കിയിട്ട് എൻ്റെ കുഞ്ഞ് മരിച്ചു വന്നാൽ ആ ദുഃഖം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് എടുക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല. അപ്പം ആ ഒരു വിഷമത്തിൽ നിന്ന് മാതാവ് എനിക്ക് എല്ലാം സഹിക്കാനും, ഇത് ഡോക്ടറോട് ഞാൻ ദേഷ്യപ്പെടുക ഒന്നും ചെയ്തിട്ടില്ല. ആ എല്ലാം ക്ഷമിച്ചു. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിപ്പോരുക ചെയ്ത്. ഇനി എനിക്ക് എൻ്റെ മാതാവ് ഇനിയും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സങ്കീർത്തനം 27:3 ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. ലൂക്ക 1:49 ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ഈ മകളുടെ ജീവിതം കേൾക്കുമ്പോൾ എത്രത്തോളം ഈ സാധുവായ മകൾ അമ്മ മാതാവിൽ ശരണപ്പെട്ട് പ്രാർത്ഥിച്ചുവെന്ന്, അമ്മ മാതാവ് എത്രത്തോളം കരുതലോടും കരുത്തോടും ഈ മകളെ നയിച്ചുവെന്ന് നാം മനസ്സിലാക്കുകയാണ്. ശരിക്കും സങ്കടങ്ങളുടെ പെരുമഴയാണ് മകൾ പറഞ്ഞതൊക്കെയും. ആദ്യത്തെ മോളുടെ ജനനവുമായി ബന്ധപ്പെട്ട് അവൾ ജനിച്ചു വീണ നാൾ മുതലുള്ള വലിയ രോഗാവസ്ഥകൾ, ആർക്കും എന്ത് ചെയ്യണമെന്നറിയാതെ ആശുപത്രികളിലൂടെ കയറിയിറങ്ങുന്ന അവസ്ഥകൾ, അപ്പോഴൊക്കെയും അപകടപ്പെടുത്താതെ കുഞ്ഞിൻ്റെ ആരോഗ്യം തിരികെ ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ ശരണത്തോടെ അമ്മ മാതാവിൽ ശരണപ്പെട്ട് പൂർണ്ണമായി പ്രാർത്ഥിക്കുന്ന കുടുംബം, അത് ഇന്ന് ആ കുഞ്ഞ് തുള്ളിച്ചാടി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു പോറൽ പോലും ഇല്ലാതെ, സർജറി ഒന്നും ചെയ്യാതെ, എല്ലാ പരിശോധനകൾക്ക് ശേഷവും കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവതിയാണ് എന്ന വൈദ്യശാസ്ത്രം പറയുമ്പോൾ ഈ കുടുംബത്തിൻ്റെ വിശ്വാസത്തിന്, ഉടമ്പടി പ്രാർത്ഥനയിലുള്ള ഈ കുടുംബത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ദൈവം കൊടുത്ത അനുഗ്രഹമായി നാം അതിനെ തിരിച്ചറിയുന്നു. അവരുടെ കയ്യിൽ ആ വീട് ഗ്യാസ് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൻ്റെ ചിത്രമുണ്ട്. അത് എത്ര ദയനീയമായ ഒരു അപകടമായിരുന്നുവെന്ന്, ഉള്ളത് മുഴുവൻ നഷ്ടപ്പെട്ടു, സ്വരുക്കൂട്ടിയത് മുഴുവൻ നഷ്ടപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ആരോടും പരാതിയില്ല, ദൈവത്തോടും കലഹമില്ല. ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ വീണ്ടും അമ്മ മാതാവിൽ ശരണപ്പെട്ട് സമർപ്പിച്ചുകൊണ്ട് സീറോയിൽ നിന്ന് തുടങ്ങുവാൻ ആഗ്രഹിക്കുമ്പോൾ അസാധ്യമായി ദൈവത്തിൽ ഒന്നുമില്ല. അവിടുത്തെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കുമ്പോൾ അവിടുന്ന് അത് പുതുക്കി നിർമ്മിച്ച് തരുമെന്ന പ്രത്യാശയോടുകൂടി അവൾ ജീവിതത്തിൽ അമ്മയിൽ ശരണപ്പെടുന്നതാണ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. അവൾ തെരുവിലും കടകളിലും കൊണ്ടുപോയി കൃപാസനത്തിൻ്റെ സാക്ഷ്യപത്രിക കൊടുക്കുമ്പോഴും അപഹസിക്കുകയും അപമാനിക്കുകയും അവളെ ചെയ്യുമ്പോഴും അവളുടെ മനസ്സ് കുരുങ്ങുകയോ ഈശോയുടെ അരികിൽ നിന്ന് കണ്ണുകൾ മാറുകയോ അമ്മ മാതാവിലുള്ള ശരണപ്പെടൽ കുറയുകയോ ചെയ്തില്ല. ഇതിനെയാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുക. ജീവിതത്തിൻ്റെ ഏതൊരു വൈപരീത്യമുള്ള സാഹചര്യങ്ങളിലും എൻ്റെ ദൈവം എനിക്ക് മതിയായവൻ, അവിടുന്ന് ആത്യന്തികമായ വിജയവും സംരക്ഷണവും എനിക്ക് തരിക തന്നെ ചെയ്യുമെന്ന പ്രത്യാശയോടുകൂടി ജീവിക്കുന്നൊരു തീരുമാനവും നിലപാടും മകളുടെ ജീവിതത്തിൽ അത് നന്നായി ഉണ്ടായിരുന്നുവെന്ന്, അത് വേഗം ജീവിതം സാധാരണ നിലയിലേക്ക് കടന്നു വരുവാൻ അവളെ സഹായിച്ചുവെന്ന് അവൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഒപ്പം അവൾ പറഞ്ഞു, വീടിനകത്ത് കരുതിയിരുന്ന സ്വർണം പോലും നഷ്ടപ്പെട്ടു, എനിക്കാരോടും പരാതിയില്ലെന്ന്. ഇതിൽ പരം ഹൃദയശുദ്ധിയുള്ള ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ദൈവമാണ് എല്ലാം, ഞാനിവിടെ എന്ത് നേടിയാലും അത് നഷ്ടപ്പെട്ടാൽ എൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിക്കൊണ്ടൊരു ജീവിതമില്ലെന്ന് പറയും വിധം അമ്മ മാതാവിലേക്ക് ജീവിതവും കുടുംബവും ചേർത്ത് വെച്ച മകളെയാണ് നാം കണ്ടത്. ഒടുവിൽ അവൾ പറഞ്ഞത് ദയനീയമായി അവളുടെ ഒരു മകൾ നഷ്ടപ്പെട്ട കഥയാണ്, ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട ജീവിതമാണ്. അത് അവൾ ആശുപത്രിയിൽ ചെന്നപ്പോൾ അല്പം കൂടി ശ്രദ്ധിച്ചതെങ്കിൽ കിട്ടുമായിരുന്ന ആ പൈതൽ 9-ാം മാസത്തിൽ അവസാന ദിവസങ്ങളിൽ നഷ്ടപ്പെടുമ്പോഴും അവരുടെ വാക്കുകളിലൊരു പരാതിയോ ആരെയും കുറ്റപ്പെടുത്തുവാനോ ഒന്നുമില്ല. കാരണം അവൾ തന്നെ പറയുന്നു, എൻ്റെ അമ്മ മാതാവ് എൻ്റെ ഹൃദയത്തിലെ 9 മാസം ചുമന്ന് ഞാൻ പരിപാലിച്ച് വളർത്തിയ കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോഴും ആ സങ്കടമെല്ലാം എടുത്തു മാറ്റിയെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ഏതവസ്ഥയിലുമാവട്ടെ ദൈവത്തിൽ ശരണപ്പെടുമ്പോൾ നമുക്കൊരു പുതിയ പ്രത്യാശ കൈമാറുന്നുണ്ട്. പരിശുദ്ധ അമ്മ മാതാവ് കാനായിലെ വിവാഹ വിരുന്നിൽ പങ്കുചേരുമ്പോൾ ഒന്നുമില്ലായ്മയിൽ വലിയ സന്തോഷം പ്രദാനം ചെയ്യുന്നത് നാം കാണുന്നു. കുരിശിൻ ചുവട്ടിൽ അവൾ നിൽക്കുമ്പോൾ പൂർണ്ണമായ സങ്കടത്തിൽ ഒരു ശാന്തത കൊണ്ടുവരുന്നത് നാം കാണുന്നു.
അമ്മയുടെ കരം പിടിച്ച് ജീവിതത്തിൽ നടക്കുമ്പോൾ അമ്മ നമുക്ക് കൈമാറുന്നത് ഈ ഹൃദയശാന്തതയും ദൈവാശ്രയത്വവുമാണ്. അതോടൊപ്പം വഴിത്തർക്കവും മാനുഷികമായി പരിഗണനയോ പരിഹാരവും ഇല്ലാതെ വരികയും സമ്പത്തിനൊപ്പം പണത്തിനൊപ്പം നിയമപാലകർ പോലും കൂട്ടുനിൽക്കുകയും ചെയ്യുമ്പോൾ അമ്മ മാതാവ് വഴിത്തർക്കം രമ്യമായി പരിഹരിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും കുടുംബത്തിന് ഒരുക്കി കൊടുക്കുന്നു. ഇത് ജീവിതത്തെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന സാക്ഷ്യവും ദൈവം മഹത്വപ്പെടുന്ന അവസരവുമാണ്. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകളെയും പരിശുദ്ധമ്മ വഴി ഈശോനാഥനിലൂടെ ദൈവപിതാവിനെ സമർപ്പിച്ച് ഇവർക്ക് ലഭിച്ച എല്ലാ നന്മകളെയും ദൈവനാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് കരഘോഷത്തോടുകൂടി നമുക്ക് അർപ്പിക്കാം. ഈ കുടുംബത്തിൻ്റെ വേദനകളെ അകറ്റുകയും കൂടുതൽ തമ്പുരാൻ സംരക്ഷിച്ചവരെ നയിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയും കരഘോഷത്തോടുകൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഈ സാക്ഷ്യത്തെ നമുക്ക് സമർപ്പിക്കാം.